രണ്ട് പേരുണ്ട്. സെയിം ഹെയർ കട്ട്. എന്താല്ലേ? ഭയങ്കര ചൂടാണ് കേട്ടോ. കാറ് കയറി ഇത്ര നേരം വെയിലത്തായിരുന്നു കാറ്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കാറ് തിരിച്ച് നമ്മള് പുറത്തോട്ട് ഇറങ്ങി. വേറൊരു ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ട്. ശ്രുതി പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇനി പോകുന്നത്. ശ്രുതിയുടെ നൊസ്റ്റാൾജിയ തുളുമ്പുന്ന പണ്ടത്തെ ക്ലാസ്മേറ്റ്സും കാര്യങ്ങളും എല്ലാവരും അവരൊരു ഗെറ്റ് ടുഗദറൊക്കെ സംഘടിപ്പിച്ച ഒരു ചിൽഡ്രൻസ് പാർക്ക്, ഇന്ദിരാഗാന്ധി ചിൽഡ്രൻസ് പാർക്കാണ്. കാറ് നിർത്തി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പാർക്കിന്റെ അന്തരീക്ഷം ഒന്നും തോന്നിയില്ല. ഇത് ഇന്ദിരാഗാന്ധിയുടെ ഹിസ്റ്ററിയോളം പഴക്കമുള്ള പാർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഉള്ളോട്ട് നടക്കുന്നവർക്ക് ഒരു പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ പച്ചപ്പ് നേരെ ചെന്ന് അവസാനിക്കുന്ന ഒരു പുഴയിലായിരുന്നു. പുഴയിൽ ഒരു തോണിക്കാരുണ്ടായിരുന്നു, നല്ല സ്റ്റൈലിഷ് ആയിട്ട് തുഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് നേരെ ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ ഒരു ഫിഷിംഗ് ഫ്രീക്ക് സൈഡിൽ നിൽക്കുന്നുണ്ട്. ചൂണ്ട ഇടുന്നുണ്ടോന്ന് അറിയില്ല. ദേ ചെമ്പങ്കോട്ട സച്ചു, ആടിക്കോളൂ, ഇഷ്ടംപോലെ ആടിക്കോളൂ, കുട്ടിക്കൊന്നുമില്ല കേട്ടോ. അതും പറഞ്ഞ് അത് കഴിഞ്ഞ് നേരെ അവർ പോയത് ഒരു അയൺ ബ്രിഡ്ജിലോട്ടാണ്. അതിന്റെ സൈഡിൽ കുറച്ച് തുരുമ്പിച്ചിട്ടുണ്ട്, എന്നാലും സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞു. വീണാലും വലിയ പരിക്കൊന്നും പറ്റില്ല, അധികം ആഴമില്ലാത്ത ഏരിയയാണ്, ചെളിയാണ് കുറച്ചുള്ളത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. പിന്നീട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച എല്ലാവരും ഒരു ബെഞ്ചിന്റെ സൈഡിൽ പോയിരുന്നപ്പോൾ